ഹലോ, ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടും ഹാൻഡ് ബീറ്റർ ഒന്നും ഇല്ലാണ്ട് ഈസി ആയിട്ട് അടിപൊളി ഒരു ബട്ടർ കപ്പ് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഡിസംബറൊക്കെയാണ് വരുന്നത്, നമ്മൾ ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു കപ്പ് കേക്കിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇടുന്ന വീഡിയോസിലൊക്കെ കേക്ക്സും ഉണ്ടാകും. അപ്പോൾ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകട്ടോ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം വേണ്ടത് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളാണ്. വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇത് ബട്ടർ കേക്കാണല്ലോ, അതുകൊണ്ട് 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ. ഇനി അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂട്ടിയിട്ട് നമുക്കിത് ഈ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ വലിയ സ്പീഡിലൊന്നുമല്ല, പക്ഷെ ഞാൻ സ്പീഡാക്കിയതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ നല്ലോണം സ്പീഡായിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഞാൻ സ്പീഡാക്കിയോണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മുടെ ബട്ടറും 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ യോജിപ്പിച്ച് വെക്കണം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് കേട്ടോ. പിന്നെ വേണ്ടത് ഇതിലേക്ക് 2 മുട്ടയാണ്. റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട നമുക്കിതിലേക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വിസ്ക് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ചെയ്യാം. ഫോർക്ക് വെച്ചിട്ടാകുമ്പോൾ കുറച്ചൊരു പാടാണ് കറക്കാൻ. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയും ബട്ടറും അതുപോലെ തന്നെ വാനില എസൻസും പഞ്ചസാര പൊടിച്ചതും ഒക്കെ നല്ല രീതിയിലൊന്ന് മിക്സ് ആവട്ടെ. അപ്പോൾ ബട്ടർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കണം. ഫ്രിഡ്ജിൽ നിന്ന് നമ്മളൊരു 2 മണിക്കൂർ മുന്നെങ്കിലും പുറത്തെടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ എല്ലാം നല്ലപോലെ മിക്സ് ആയതിന് ശേഷം ഇതിൻ്റെ മേലിൽ ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ ബേക്കിംഗ് സോഡയൊന്നും യൂസ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ബേക്കിംഗ് പൗഡർ മാത്രം മതി ഈ ഒരു കേക്ക് ഫോമായി കിട്ടാൻ. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ അരിച്ചിട്ട് നല്ല പോലെ ഒന്ന് വിസ്ക് കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ മെല്ലെയാണ് മിക്സ് ചെയ്യുന്നത്, വീഡിയോയിൽ ഞാൻ സ്പീഡാക്കിയതാണ് കേട്ടോ. അങ്ങനെ മൈദയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുക. സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള പാല് 1/4 കപ്പ് പാലും കൂടി ചേർത്തിട്ട് അതും കൂടി കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി കേട്ടോ. പിന്നെ വേണ്ടത് കപ്പ് കേക്ക്സ് ആണ്. കപ്പ് കേക്ക്സിന് ഈ ഒരു പേപ്പർ മോൾഡാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു അളവിൽ 21 കപ്പ് കേക്ക്സ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ബേക്കിംഗ് ട്രേൻ്റെ മേലിൽ ഞാനിപ്പോൾ ഇതാ പേപ്പർ കപ്സ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം നമുക്ക് ബാറ്റർ ഒഴിച്ചെടുക്കാം. നമുക്കിത് ഓവൻ ഇല്ലാതെയും ചെയ്തെടുക്കാം കേട്ടോ. ഓവൻ ഇല്ലാതെയും ചെയ്തെടുക്കുന്നത് ഞാൻ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. വലിയൊരു ചെമ്പെടുത്തിട്ട് അതിൻ്റെ അടിയിലൊരു തട്ട് വെക്കുക. എന്നിട്ട് ഇതാ നമ്മൾ സ്റ്റീലിൻ്റെ പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മേലിൽ ഈ ഒരു പേപ്പറിൻ്റെ കപ്പ് എടുത്തിട്ട് ബാറ്റർ ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്താൽ മതി. ഇത് ഓവനിലാണ് വെക്കുന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ നമുക്കൊരു 160ൽ 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ 20 മിനിറ്റ് ബേക്ക് ആയി കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. നമുക്ക് ഈ ഒരു അളവിൽ 21 കപ്പ് കേക്ക്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ചൂടുണ്ട്. അപ്പോൾ ഇതാ ഒരെണ്ണം എടുത്തിട്ട് ഞാൻ ഇതാ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചൂടോടെ തന്നെയുള്ള ഇതിൻ്റെ ആ ഒരു ഫോം എങ്ങനെയുണ്ടെന്ന്. നല്ല സ്പോഞ്ചി ആൻഡ് ഫ്ലഫിയാണ്. നമ്മൾ ബേക്കറിയിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു പിടി ടേസ്റ്റിൽ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഈ ഒരു ബട്ടർ കപ്പ് കേക്ക്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മാനൂസ് വേൾഡ്.